ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഇന്നത്തെ സുവിശേഷ വിചിന്തനത്തിലേക്ക് സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ധ്യാന വിഷയമാക്കി മാറ്റുന്നത്. കുഞ്ഞുങ്ങൾ നടക്കുന്നതിനിടയിൽ കയ്യോ കാലോ എവിടെയെങ്കിലും തട്ടി വേദനയോടെ കരഞ്ഞു തുടങ്ങുമ്പോൾ പൊതുവെ മുതിർന്നവർ ആ സന്ദർഭത്തെ കൈകാര്യം ചെയ്യുന്ന രീതി രസകരമാണ്. ഒരു വടിയെടുത്ത് കുഞ്ഞിൻ്റെ കാൽ തട്ടിയ ഇടത്ത് പതുക്കെ തല്ലിക്കൊണ്ട് അവർ അമ്പ വയ്ക്കും. അതോടെ കുഞ്ഞ് കരച്ചിലിറങ്ങും. കാരണം അവൻ്റെ വേദനയ്ക്ക് കാരണമായ ആൾ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. നിഷ്കളങ്കമെന്നും നിരുപദ്രവകരമെന്നും കരുതപ്പെടുന്ന ഈ പ്രവൃത്തിയിലൂടെ കുഞ്ഞിൻ്റെ മനസ്സിൽ പതിയുന്ന കാര്യം എൻ്റെ വേദനയ്ക്ക് കാരണം മറ്റുള്ളവരാണ് എന്ന വിചാരമാണ്. മാത്രമല്ല, എൻ്റെ വീഴ്ചയ്ക്ക് മറ്റുള്ളവരെ പ്രതിയാക്കാവുന്നതേയുള്ളൂ എന്ന ബോധ്യവും കൂടി ആ കുട്ടികൾ പതിയുന്നുണ്ട്. അങ്ങനെയാണ് എന്തിനും മറ്റുള്ളവരുടെ മേൽ പഴിചാരാനുള്ള പ്രേരണ നമ്മിൽ ശക്തിപ്പെട്ടത്. ഇത്തരം ധാരണ സൂക്ഷിക്കുന്ന ഒരാൾക്ക് സ്വന്തം കുറവുകൾ തിരിച്ചറിയാനോ അംഗീകരിക്കാനോ തിരുത്താനോ സ്വാഭാവികമായും കഴിയാതെ വരുമല്ലോ. അശുദ്ധിയെ സംബന്ധിച്ച് യഹൂദർ വച്ചു പുലർത്തിയ ധാരണകൾക്ക് മുൻപ് പറഞ്ഞ കുട്ടിയുടെ സ്വഭാവമുണ്ട് എന്ന് പറയാം. ചില ഭക്ഷണ വസ്തുക്കൾ കഴിച്ചാൽ, ചിലതിനെ സ്പർശിച്ചാൽ തങ്ങൾ ശുദ്ധി നഷ്ടപ്പെട്ടവരായി മാറുമെന്നാണ് അവർ കരുതിയത്. തങ്ങളെ അശുദ്ധരാക്കുന്നത് പുറമേ നിന്ന് വരുന്ന ചിലതൊക്കെയാണ് എന്ന ധാരണയിൽ നിന്നുമാണ് അവർ ചില മനുഷ്യരിൽ നിന്നും ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വസ്തുക്കളിൽ നിന്നുമൊക്കെ അകലം പാലിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ അവരെ അശുദ്ധരാക്കിയ കാരണങ്ങളെക്കുറിച്ച് അവർ ഒരിക്കലും ബോധവാന്മാരായിരുന്നില്ല. അശുദ്ധികളൊക്കെയും തനിക്ക് പുറത്താണെന്ന് കരുതുന്ന അവരുടെ അഹന്തയെ തിരുത്തിക്കൊണ്ടാണ് യേശു അകമേ നിന്ന് വരുന്ന അശുദ്ധികളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്. യഹൂദരുടെ കാഴ്ചയിൽ അശുദ്ധി എന്നത് ബാഹ്യമായ അനുഭവമായതുകൊണ്ട് വിശുദ്ധീകരണവും പുറമേ തന്നെ ചെയ്യേണ്ട കാര്യമായിരുന്നു. അത് തീർത്തും അനുഷ്ഠാനപരമായിരുന്നു. ഇന്നലെ നാം ധ്യാനിച്ച സുവിശേഷം ഓർമ്മിപ്പിക്കുന്നത് പോലെ പാത്രത്തിൻ്റെ പുറം കഴുകി അവർ അനുഷ്ഠാനപരമായ ശുദ്ധി ഉറപ്പുവരുത്തി. എന്നാൽ യേശു പറയുന്നത് ആന്തരികമായ ശുദ്ധിയെക്കുറിച്ചാണ്. അവരുടെ കാഴ്ചയിൽ അപരാധം ചെയ്യുകയും പിടിക്കപ്പെടുകയും ചെയ്തയാൾ മാത്രമേ വിശുദ്ധീകരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. ശേഷമുള്ളവരെല്ലാം സുരക്ഷിതരാണല്ലോ. അതുകൊണ്ട് തന്നെ അവർ നീതിമാന്മാരായി ഭാവിക്കുകയും ചെയ്യും. എന്നാൽ യേശുവിൻ്റെ വ്യാഖ്യാനത്തിൽ തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ടയാൾ മാത്രമല്ല, വിചാരങ്ങളിൽ അധപ്പതനം സംഭവിച്ചു കൊണ്ടിരിക്കുന്നവനും തിരുത്തപ്പെടുകയും സുഖപ്പെടുകയും ചെയ്യേണ്ട രോഗാതുരത പേറുന്നവൻ തന്നെയാണ്. ആന്തരിക ശുദ്ധിയെക്കുറിച്ച് ശ്രദ്ധ പുലർത്താനാണ് യേശുവിൻ്റെ ക്ഷണം. എളുപ്പമല്ല ഇക്കാര്യം. പുറമേ ശുദ്ധി പാലിച്ചുകൊണ്ട് നമുക്ക് നീതിമാന്റെ നെറ്റിപ്പട്ടം അണിയുന്നതാണ് ഏറ്റവും സൗകര്യമുള്ള കാര്യം. അങ്ങനെ പിടിക്കപ്പെടാത്തതുകൊണ്ടും മറ്റാരും അറിയാത്തതുകൊണ്ടും നമുക്ക് നമ്മുടെ സൽപ്പേര് സംരക്ഷിച്ചു പോരാനും കഴിയുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ മാറ്റം സംഭവിക്കണമെങ്കിൽ യഥാർത്ഥ പ്രശ്നത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് നാം തിരിച്ചറിഞ്ഞേ മതിയാകും. സ്വയം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം: യഥാർത്ഥത്തിൽ ഞാൻ എന്താണ് തേടുന്നത്? എൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കാൻ ഒരു കാരണമാണോ വേണ്ടത്? അതോ എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് വേണ്ടതെങ്കിൽ എനിക്ക് പുറത്തു തേടിയിട്ട് കാര്യമില്ല. കാരണം എന്നെ അശുദ്ധനാക്കുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന എൻ്റെ ചിന്തകളും ഇതുവരെയും ഞാൻ അനുശീലിച്ചിട്ടുള്ള എൻ്റെ ചില പ്രവൃത്തികളും അതിന് പ്രേരണയാകുന്ന ചില വികാരങ്ങളും ഒക്കെ തന്നെയാണ് അല്ലേ? അതല്ലേ തിരുത്തേണ്ടത്? തിരുത്താനായി ഈശോ ക്ഷണിക്കുന്നുണ്ട്. സ്തുതിയായി.